ഹലോ ഗേൾസ്, ഐ എം ജാസ്മിൻ. ഇന്ന് ഒരു ഈദ് സ്പെഷ്യൽ മേക്കപ്പാണ് ഞാൻ ചെയ്യാൻ പോണത്. കാരണം ഇനിയിപ്പം ഈദ് വരാൻ പോവുകയല്ലേ. അപ്പം അത് കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഇന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റിലെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ പോണത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ ഈ പ്രാവശ്യം ഹിമാലയയുടേതല്ല യൂസ് ചെയ്യുന്നത്. ക്ലവേലിന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫോർ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഹിമാലയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ യൂസ് ചെയ്യാൻ പോണത് ഒരു ഫൗണ്ടേഷനാണ്. ഈ പ്രാവശ്യം ഞാൻ റിമ്മലിൻ്റെ ഈ BB ക്രീമാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനൊരു കോൺട്രാണ് യൂസ് ചെയ്യാൻ പോണത്. കാരണം ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചത് കാരണം ഫേസിനും കുറച്ച് വണ്ണം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് സ്ലിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കോൺട്ര യൂസ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ നോസ് കട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, അപ്പോൾ കോൺട്ര സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനൊരു ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഞാനൊരു ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈലൈറ്ററും യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. പ്രാവശ്യം ഈ ഫോറെവർ 52 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോമ്പാക്റ്റ് ഇടാം. ജസ്റ്റ് ഒരു ടച്ചിങ് മാത്രം മതി, നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഒരു
ഐ ഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടി ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു മൾട്ടി കളറായിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് യൂസ് ചെയ്യാൻ പോണത്. മീൻസ് ചെറിയ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഗ്രീനിഷും ഈ പിങ്കും അതിൻ്റെ കൂടെ കുറച്ചൊരു ഗോൾഡും കൂടെ മിക്സ് ആക്കിയിട്ട് ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത്. മീൻസ് ഞാൻ ഇത്രയും കളർ കൊടുക്കുന്നത് കരുതി ഒരു ഭയങ്കര ഒരു കളർഫുള്ളാണെന്ന് വിചാരിക്കണ്ട. ഒരു വളരെ ലൈറ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ കാണാം. മീൻസ് ഇതൊരു ലൈറ്റ് മീൻസ് എൻ്റെ ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറിൻ്റെ അതേ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാനിപ്പോൾ ആദ്യം കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കാണുന്നില്ല, ഇതേ സെയിം ആണ് ഇപ്പം അടുത്തത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രീനും പിങ്ക് ഷെയ്ഡും കൊടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ടച്ചിങ് ആയിട്ട് ഒരു ഗോൾഡ് ഷെയ്ഡും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി കളറായിട്ടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു ഗ്രീനും ചെറിയൊരു പിങ്കും ചെറിയൊരു ഗോൾഡും അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഐബ്രോ ആണ്. ഐബ്രോ ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു പൗഡർ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഐബ്രോ എടുക്കുമ്പോൾ നല്ല പെയിൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ത്രെഡ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല. എന്തെങ്കിലും വല്ല ഫങ്ഷനോ എന്തെങ്കിലും ഒരു അർജൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് എപ്പോഴും തന്നെ പെൻസിലോ ഇങ്ങനെ എന്തെങ്കിലും പൗഡറോ കൊണ്ട് ഷേപ്പാക്കി വെക്കത്ത മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഇപ്പം ഒരുപാട് അങ്ങനെ മെലിഞ്ഞിട്ടുള്ള ഐബ്രോസും ഇഷ്ടമില്ല, ഒത്തിരി വീതിയായിട്ടുള്ള ഐബ്രോസും ഇഷ്ടമില്ല. ഒരു മീഡിയം ടൈപ്പാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഐബ്രോ ഞാൻ ഷേപ്പാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് അടിയിൽ കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ അധികം അങ്ങനെ ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന ഹെയറൊക്കെ കാണുമ്പോൾ അതൊരു ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കണ്ണിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾഡ് ഷെയ്ഡില്ലേ, അതേ ഷെയ്ഡ് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു യെല്ലോ ഇതുള്ള ഐ ഷാഡോ കളർ കൊടുത്താലും മതി. അപ്പം ഐബ്രോ ഷേപ്പാക്കി കഴിഞ്ഞു, നമ്മൾ ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ആയിട്ടുള്ളത് നമുക്ക്
കാജലാണ്. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മാക്സ് ഫാക്ടറിൻ്റെ ഈ ഐലൈനറാണ്. ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെ താഴ്ഭാഗത്തും എഴുതുന്നില്ല, ജസ്റ്റ് മുകൾ ഭാഗത്ത് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞു. അടുത്തത് നമുക്കൊരു മസ്കാര യൂസ് ചെയ്യാം. പ്രാവശ്യം റിമ്മലിൻ്റെ ഈ സ്കാൻഡൽ ഐസാണ് യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ മസ്കാരയും യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ഇപ്പം ഞാൻ കുറച്ച് മൾട്ടി കളറായിട്ടുള്ള ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒരു ഗ്ലോ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ചൊരു മാറ്റ് ലുക്കുള്ള എൻ്റെ ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോണത്. മീൻസ് ഇതൊരു പെൻസിൽ ടൈപ്പാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ലിപ് ലൈനറായിട്ടും യൂസ് ചെയ്യാം, ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. റൂഷ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ. ഈ റൂഷിൻ്റെ തന്നെ ഒരു മൾട്ടി കളർ റൂഷാണ് യൂസ് ചെയ്യാൻ പോണത്. പിങ്കിൻ്റെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിങ്കിൻ്റെ പല ഷെയ്ഡുകളുണ്ട്. മീൻസ് 1 2 3 4 ഷെയ്ഡുണ്ട്. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോണത്. റൂഷ് കഴിഞ്ഞു. നെക്സ്റ്റ് ഞാനൊരു ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക്, റൂഷ്, ഹൈലൈറ്റർ എല്ലാം യൂസ് ചെയ്ത്. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു ടച്ചപ്പും കൂടി ചെയ്യാം. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. നമ്മൾ ആദ്യം കോമ്പാക്റ്റ് ഇടുമ്പോഴും ജസ്റ്റ് അധികമായിട്ട് ഇടാറില്ല, ചെറുതായിട്ടേ ചെയ്യാറുള്ളൂ. ഇപ്പം ലാസ്റ്റും അതുകൊണ്ട് അതേ കണക്കൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ടാറ്റ.